നമസ്കാരം, എല്ലാവർക്കും സൈലൻറ്റ് എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2022 നടന്ന 10ാം ക്ലാസ്സിലെ ബയോളജി എക്സാമിൻ്റെ ചോദ്യപേപ്പറും ഉത്തരവിശകലനവുമാണ്. ഒന്നാമത്തെ ചോദ്യം: നാടീയ ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. രണ്ടാമത്തെ ചോദ്യം: അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിലെ ലെൻസിനുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന ചിത്രമേത്? രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ചിത്രത്തെയാണ് വസ്തുവിനെ നോക്കുമ്പോൾ കണ്ണിലെ ലെൻസിനുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ: അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അതിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. അത് 3 വായിക്കാം. എ. തൈമോസിൻ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നു. തൈമോസിനല്ല, മെലാറ്റോണിനാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നത്. ഇനി ബി. തൈമോസിനെ യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. സി. പൈനിയൽ ഗ്രന്ഥി തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. പൈനിയൽ ഗ്രന്ഥിയല്ല, തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ 4 പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. അതിൽ 2 ഉണ്ട്. എ. സംവേദക ആവേഗം എന്ന് പറയുന്നത് ഡോർസൽ റൂട്ടാണ്. അപ്പോൾ പ്രേരക ആവേഗം എന്ന് പറയുന്നത് വെൻട്രൽ റൂട്ട്. സംവേദക ആവേഗം ഡോർസൽ റൂട്ട്, പ്രേരക ആവേഗം വെൻട്രൽ റൂട്ട്. 5ാമത്തെ ചോദ്യം: തന്നിരിക്കുന്നവയിൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് ഏത്? 9 to 11 mg/100 ml എന്നാണ് ഉത്തരം. 6ാമത്തത്: ചിത്രീകരണം നിരീക്ഷിച്ച് എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് തരം നാഡിയെയാണെന്ന് തിരിച്ചറിയുക. ഏത് തരം? പ്രേരക നാഡിയാണ് വരുന്നത്, ഗ്രന്ഥിയല്ല, നാഡിയാട്ടോ. ഇനി 7ാമത്തത്: പ്രസ്താവന വിശകലനം ചെയ്ത് കാരണം എഴുതുക. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ഈ പ്രസ്താവനയെ വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക, കാരണം എഴുതുക. എന്താണ് കാരണം? ഹോർമോണിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്ന ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. കോശസ്തരത്തിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുമ്പോൾ കോശത്തിനകത്തെ രാസഗ്രന്ഥികൾ പ്രവർത്തനക്ഷമമാകുന്നു. ഇനി 8ാമത്തെ ചോദ്യം: ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഇന്റർന്യൂറോണാണ് എക്സ് എന്ന ഭാഗത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തിൽ ധർമ്മങ്ങൾ എന്തല്ല? ഈ ഭാഗത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാക്കി മാറ്റുന്ന ഭാഗമാണ് ഇന്റർന്യൂറോൺ. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ: ബെനഡിക്റ്റ് റിയേജൻ ഉപയോഗിച്ച് മൂത്രത്തിൻ്റെ 2 സാമ്പിളുകൾ പരിശോധിച്ചതിൻ്റെ ഫലം ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കുക. സാമ്പിൾ എ ഓറഞ്ച് നിറം, സാമ്പിൾ ബി നീല നിറം. സാമ്പിൾ എയുടെ മൂത്രത്തിൻ്റെ നിറം ഓറഞ്ചാണ്. അതെന്തുകൊണ്ടാണ്? മൂത്രത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ട്, അദ്ദേഹം പ്രമേഹ ബാധിതനാവാം. ഇനി സാമ്പിൾ ബി നീല നിറമാണ്. ഗ്ലൂക്കോസ് സാധാരണ പരിധിയിലാവുമ്പോഴാണ് നീല നിറം കാണിക്കുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ: നേത്രരോഗങ്ങളും വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക. ഒന്നാമത്തെ രോഗം നിശാന്തത. അതിൻ്റെ കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവ്. ഇനി 2ാമത്തേതാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയയുടെ കാരണമാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അതിൻ്റെ ലക്ഷണങ്ങളാണ് നേത്രമാവരണവും കോർണിയയും വരണ്ട് അതാര്യമാവുന്നു. ഇനി 3ാമത്തേത് വർണ്ണാന്ധത. കോൺ കോശങ്ങളുടെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്ധത. അതിൻ്റെ ലക്ഷണം ചുവപ്പ്, പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അതാണ് വർണ്ണാന്ധത എന്ന രോഗത്തിൻ്റെ ലക്ഷണം. 11ാമത്തെ ചോദ്യം: മസ്തിഷ്ക ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും ഉൾപ്പെടുത്തി ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. മസ്തിഷ്ക ഭാഗം 4 വിധത്തിലുണ്ട്: മെഡുള്ള ഒബ്ലൊംഗേറ്റ, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. അപ്പോൾ മെഡുള്ള ഒബ്ലൊംഗേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സെറിബ്രത്തിൻ്റെയോ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാകുന്നത് സെറിബ്രത്തിൽ നിന്നാണ്.
പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനനില തെറ്റാതെ നോക്കുന്നതാണ് സെറിബെല്ലത്തിൻ്റെ കടമ. ഹൈപ്പോതലാമസ് ആന്തരിക സമസ്ഥിതി പാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൻ്റെ 4 ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ രൂപീകരണത്തിന് സമാനമായാണ് കണ്ണിലെയും ഒരു ദ്രവം രൂപപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, കണ്ണിലെ ഈ ദ്രവത്തിൻ്റെ പേരെന്ത്? ഉത്തരം അക്വസ് ദ്രവം. ഇത് നിർവഹിക്കുന്ന ധർമ്മം എഴുതുക. അക്വസ് ദ്രവം നിർവഹിക്കുന്ന ധർമ്മം ഏതാണ്? കോർണിയക്കും ലെൻസിനും പോഷണവും ഓക്സിജനും നൽകുന്നു. അക്വസ് ദ്രവം കോർണിയക്കും ലെൻസിനും പോഷണം നൽകുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ. ആവേഗങ്ങളുടെ പ്രേഷണം സൂചിപ്പിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗമേത്? സിനാപ്റ്റിക് വിടവ്. ഈ ഭാഗത്തേക്ക് സ്രവിക്കപ്പെടുന്ന രാസവസ്തുക്കൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇവയുടെ ധർമ്മമെന്ത്? ഉത്തരം നാഡീയ പ്രേഷകം. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റുകളെയോ കോശങ്ങളെയോ ഉത്തേജിപ്പിച്ച് വൈദ്യുതാവേഗങ്ങൾ സാധ്യമാക്കുന്നു. 14ാമത്തെ ചോദ്യം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന 2 പ്രവർത്തനങ്ങൾ ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് വിശകലനം ചെയ്ത് ചോദ്യത്തിന് ഉത്തരമെഴുതുക. ഒന്നാമത്തെ ചോദ്യം, Y എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോൺ ഏത്? പാരാതോർമോൺ. രണ്ടാമത്തേത്, X എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരെന്ത്? ഗ്രന്ഥിയുടെ പേര് തൈറോയ്ഡ് ഗ്രന്ഥി. സി, രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ Y എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോണിൻ്റെ മറ്റൊരു പ്രവർത്തനം എഴുതുക. Y ഏതായിരുന്നു? പാരാതോർമോൺ. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനമാണ് കാൽഷ്യം അസ്ഥികളിലേക്ക് അടിയാതെ നോക്കുന്നു. 15ാമത്തെ ചോദ്യം, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന 2 രോഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ താഴെ തന്നിരിക്കുന്നു. രോഗങ്ങളുടെ പേര് തലക്കെട്ടായി നൽകി ഇവയെ തന്നിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുക. 1. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. 2. മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ നാശം. 3. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുക. 4. ശരീരത്തിൻ്റെ തുലനാനില നഷ്ടപ്പെടുക. ഇതിൽ പ്രധാനമായും 2 രോഗങ്ങളെയാണ് പരാമർശിച്ചിട്ടുള്ളത്. 1 പാർക്കിൻസൺ, 2 അൽഷിമേഴ്സ്. പാർക്കിൻസൺ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗംഗ്ലിയോണുകളുടെ നാശം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ തുലനനില നഷ്ടപ്പെടുക. അതുപോലെ രണ്ടാമത്തെ രോഗമാണ് അൽഷിമേഴ്സ്. അതിൽ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ നാശം, കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുന്നു എന്നിവയാണ് അൽഷിമേഴ്സിൻ്റെ പ്രധാന 2 രോഗങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. 15ാമത്തെ ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസിസ് ആണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത്? ആഗ്നേയ രസം. പാൻക്രിയാസിസ് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയ രസം. ഇനി 3ാമത്തെ ചോദ്യം, ഈ ഗ്രന്ഥി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ തോതിൽ നിന്നും കുറയാതെ ക്രമീകരിക്കുന്നത് എങ്ങനെ? ഉത്തരം, രക്തത്തിൻ്റെ ഗ്ലൂക്കോസ് കുറയുമ്പോൾ ഇതിൻ്റെ ഗ്ലൂക്കോജൻ എന്ന ഹോർമോൺ സ്രവിക്കപ്പെട്ടു ഗ്ലൈക്കോജനെയും അമിനോ ആസിഡുകളെയും ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി 17ാമത്തെ ചോദ്യം, നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എക്സ്, വൈ എന്നീ നാഡീവ്യവസ്ഥകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. എക്സ് പെരിഫറൽ വ്യവസ്ഥ, വൈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. രണ്ടാമത്തെ ചോദ്യം, താഴെ സൂചിപ്പിച്ചിരിക്കുന്ന അവയവങ്ങളിൽ Z എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഓരോ പ്രവർത്തനവും എഴുതുക. ഇത് 2 കരൾ, ശ്വാസനാളം ഇവയുടെ പ്രവർത്തനങ്ങൾ എഴുതുക. കരളിൽ വെച്ച് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറുന്നു. കരളിൽ വെച്ചാണ് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറുന്നത്. രണ്ടാമത്തെ ശ്വാസനാളം എന്താണ്? ചുരുങ്ങുന്നു. ഇനി 16ാമത്തെ ചോദ്യം, ഗന്ധം തിരിച്ചറിയുന്ന പ്രവർത്തനത്തിലെ ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയെ ഉചിതമായി ക്രമപ്പെടുത്തി എഴുതുക. ഇത് കറക്റ്റ് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഓർഡറാക്കി എഴുതിയാൽ എന്താണ് ഉത്തരം വരിക എന്ന് നോക്കാം.
ഒന്നാമത്തേത് ആവേഗങ്ങൾ രൂപപ്പെടുന്നു. 2 വായുവിൽ കലരുന്ന ഗന്ധകണികൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. 3 ഗന്ധകണികൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. 4 ഗന്ധഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കുന്നു. 5 ഗന്ധനാഡി വഴി ആവേഗം മസ്തിഷ്കത്തിൽ എത്തുന്നു. 6 ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നു. ഇതാണ് ഗന്ധം തിരിച്ചറിയുന്നുള്ള പ്രവർത്തനത്തിലെ ഘട്ടങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.